അള്ളാഹുവിൻ്റെ ആസ്തിക്യമറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. ആകാശ ഭൂമികളുടെ ആധിപത്യവും ഉടമസ്ഥതയും അള്ളാഹുവിന് മാത്രമാണുള്ളത്. അതുകൊണ്ട് അവനെ അനുസരിക്കാനും അവൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കാനും സൃഷ്ടികൾക്കെല്ലാം ബാധ്യതയുണ്ട്. ആ യാഥാർത്ഥ്യം ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കു തന്നെയാണ്. അള്ളാഹുവിന് ഒരു ദോഷവും വരാനില്ല. അവന് ആരെയും ആശ്രയിക്കേണ്ട കാര്യവുമില്ല. അവൻ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചതും അവൻ അള്ളാഹു തന്നെയാണ്. എന്നിട്ട് ആ മഴ മൂലം മുളക്കുന്ന എല്ലാ വസ്തുക്കളുടെയും മുളകളെ നാം പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നാം അതിൽ നിന്ന് പച്ച ഇലകളും ശാഖകളും ഉൽപ്പാദിപ്പിച്ചു. പിന്നീട് അവയിൽ നിന്ന് തിങ്ങിക്കൂടി നിൽക്കുന്ന ധാന്യമണികളെ പുറത്തു കൊണ്ടുവരുന്നു. ഈത്തപ്പന മരത്തിൽ നിന്ന് അതിൻ്റെ കൊതുമ്പിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കുലകൾ ഉണ്ടാകുന്നു. മുന്തിരിത്തോട്ടങ്ങളെയും ഒലീവ് വൃക്ഷത്തെയും റുമ്മാൻ വൃക്ഷത്തെയും നാം ഉൽപ്പാദിപ്പിച്ചു. അവ പരസ്പരം സാമാന്യമുള്ളതും ഇല്ലാത്തതുമായ നിലയിൽ കായ്ക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ പഴത്തിലേക്കൊന്ന് നോക്കുവീൻ. അത് പഴുത്തു പോകുമ്പോഴും ഒന്ന് നോക്കുവീൻ. സത്യത്തിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക് ഇതിലെല്ലാം ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. വിശുദ്ധ ഖുർആൻ 6:99. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനന്തമജ്ഞാതമവർണ്ണനീയമായ ഈ പ്രപഞ്ചത്തിൽ ചെറുതും വലുതുമായ അസംഖ്യം പ്രതിഭാസങ്ങളുണ്ട്. ഓരോ പ്രതിഭാസവും ഓരോ ദൃഷ്ടാന്തമാണ്, ഓരോ തെളിവാണ്. ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ഇവയുടെ പിന്നിൽ സർവശക്തനും സർവജ്ഞനുമായ ഒരു സൃഷ്ടാവിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്താൻ കഴിയും. അത്തരം ദൃഷ്ടാന്തങ്ങളിൽ ചിലത് മാത്രമാണ് മുകളിൽ കൊടുത്ത ഏതാനും വാക്യങ്ങളിൽ എടുത്തു കാണിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ആസ്തിക്യം മാത്രമല്ല, അവൻ്റെ ഏകത്വത്തിനും പരിശുദ്ധിക്കും എല്ലാം അവ സാക്ഷ്യം വഹിക്കുന്നു. നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി രാത്രിയും ജോലി ചെയ്യാൻ വെളിച്ചവും നൽകുന്ന പകലും നിർമ്മിച്ചത് അവനാണ്. കേൾക്കുന്ന ജനതയ്ക്ക് ഇതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളെ അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്. പിന്നീട് നിങ്ങളിതാ ഭൂമിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരായി തീർന്നിരിക്കുന്നു.